ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരാഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഗ്യാങ്സിയോങ് ക്രിയേച്ചർ എന്ന് പറഞ്ഞ സീരീസിൻ്റെ സെക്കൻഡ് സീസൺ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഒരു ഒന്നാമത്തത് ഹരീഷ് ഉത്തമൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ സിനിമയാണ്. ചരം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഷോർട്ട് മൂവിയാണ്, 45 മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഒക്ടോബർ മാസം 11-ാം തീയതി സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് ഉള്ളത്. അവർ ട്രെയിലറൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ട്രെയിലറിൽ ഒഫീഷ്യലി ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്, ഒക്ടോബർ മാസം 11 എന്നുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ശബരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വരലക്ഷ്മിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി ഭാഷകളായിട്ട് സൺനെക്സ്റ്റ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഒക്ടോബർ മാസം 11-ാം തീയതിയാണ്. അടുത്തൊരു സീരീസ് ആണ്, മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസാണ്. റഹ്മാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന 1000 ബേബീസ് എന്നൊരു സീരീസാണ്, ഒരു ത്രില്ലർ സീരീസാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് ഈ ഒരു സീരീസ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നത്. ഇന്ന് ഈ സീരീസിൻ്റെ ട്രെയിലറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അൽത്താഫ് സലീം ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബുള്ളറ്റ് ഡയറീസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്ന് ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിരുന്നു. അടുത്ത ആഴ്ച, അതായത് ഒക്ടോബർ മാസം 17-ാം തീയതിയോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം 22-ാം തീയതിയോ ഈ സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഒക്ടോബർ മാസം 17 എന്നുള്ളതും 22 എന്നുള്ളതും. ഓക്കെ, അപ്പോൾ അടുത്തൊരു തെലുങ്ക് മൂവിയാണ്, ഡ്രാമ കോമഡി ഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഗോരെ പുരാണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒക്ടോബർ മാസം 10-ാം തീയതി ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു സീരീസാണ്, ഒരു തമിഴ് ത്രില്ലർ സീരീസാണ്. സ്നേക്സ് ആൻഡ് ലേഡർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ആന്തോളജി സീരീസാണ്. സിന്ദഗി നമ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ഹിന്ദി സീരീസാണ്, ആന്തോളജി സീരീസാണ്. 6 സ്റ്റോറികൾ അടങ്ങുന്ന ഒരു സീരീസാണ്. ഹിന്ദി ഭാഷയിൽ സോണി ലിവിൽ ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് നമ്മുടെ കാർത്തിക്, അതുപോലെ തന്നെ അരവിന്ദ് സ്വാമി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഒക്ടോബർ മാസം അവസാനത്തെ ആഴ്ച ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്ന ഒരു മാസത്തിന് ശേഷം റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഒക്ടോബർ മാസം 10-നോ അല്ലെങ്കിൽ 11-നോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ സൂര്യയുടെ സുറൈ പോട്ടർ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു സർഫിറ എന്ന് പറയുന്ന സിനിമ. അക്ഷയ് കുമാർ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഒക്ടോബർ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ നിഖില വിമൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയാണ് വാഴ എന്ന് പറയുന്ന സിനിമ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഒക്ടോബർ മാസം 11-ാം തീയതി ഈ ഒരു സിനിമ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് നമ്മുടെ ചിയാൻ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത തങ്കല എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ആമസോൺ പ്രൈമിലേക്ക് ഈ ഒരു സിനിമയുടെ OTT മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയുടെ HD പതിപ്പ് ഇതിനു മുമ്പേ തന്നെ ലീക്കായിരുന്നു. എന്നാലും ഈ ഒരു മാസം ഒക്ടോബർ മാസം നമുക്ക് ലാസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ സിനിമ ആമസോൺ പ്രൈമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഒരു ത്രില്ലർ മൂവിയായിരുന്നു, ഒരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം സ്വന്തമാക്കിയുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മാസം തന്നെ ഈ സിനിമയുടെ ഒരു സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലക്ക ടബു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്.
അടുത്തത് ഒരു സീരീസാണ്, ഒരു മലയാള സീരീസാണ്, ഒരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു മലയാള സീരീസാണ് ജയ് മഹേന്ദ്ര എന്ന് പറഞ്ഞ സീരീസ്. സൈജക്കുറുപ്പൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് സോണി ലീവ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒക്ടോബർ മാസം 11-ാം തീയതിയാണ് അവർ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഒക്ടോബർ മാസം 11 ആണെങ്കിൽ സോണി ലീവ് ആയതുകൊണ്ട് ഒക്ടോബർ മാസം 10-ാം തീയതി രാത്രി തന്നെ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം തന്നെ ഈ ഒരു സീരീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തെലുങ്ക് സിനിമയാണ് കലിംഗ എന്ന് പറഞ്ഞ സിനിമ. നേരത്തെ ആഹാ തെലുങ്ക് വഴി കഴിഞ്ഞ ദിവസം ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ തെലുങ്ക് ഭാഷ കൂടാതെ കന്നഡ, തമിഴ്, മലയാളം ഭാഷകളിലും അവൈലബിൾ ആണ്. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കലിംഗ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ ഇത്രയും സിനിമകൾ, മൊത്തം 17ഓളം അപ്ഡേറ്റുകളാണ്, സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.